ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു ഷീനോസ് കിച്ചൻ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത് പ്ലം കേക്കാണ്. അപ്പോൾ 1500 പീസ് പ്ലം കേക്കിൻ്റെ ഓർഡറാണ് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷത്തെ ഓർഡർ ആയിരുന്നു. വീഡിയോ എടുത്ത് വെച്ചെങ്കിലും ഇപ്പോഴാണ് കേട്ടോ ഇടാനായിട്ട് എനിക്ക് സമയം കിട്ടിയത്. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യുമ്പോൾ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, പെട്ടെന്ന് വന്ന ഓർഡർ ആയിരുന്നു. 2 ദിവസത്തിന് മുന്നേ കേട്ടോ ഓർഡർ കൺഫേം ആക്കിയത്. ഇതൊരു ഇവൻറ്റിൻ്റെ ഓർഡർ ആയിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബഡ്ജറ്റിൽ ചെയ്യാനും പറ്റില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഇത്രയും ബൾക്കായിട്ടുള്ള ഓർഡറൊന്നും ഞാൻ അധികം ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് പ്ലം കേക്ക് അങ്ങനെ ഞാൻ ഓർഡർ അധികം എടുക്കലില്ല. ചെയ്താലും ആൽക്കഹോളിക് പ്ലം കേക്കാണ് കൂടുതലും സെയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് എനിക്കിത് സോക്ക് ചെയ്യാൻ വേണം. അങ്ങനെ ഞാൻ ഒരു ഐഡിയ വെച്ചിട്ടൊരു 13 കിലോ ഫ്രൂട്ട്സ് വാങ്ങിയിട്ടങ്ങ് ഇതിനെ ഒന്ന് സോക്ക് ചെയ്യുക ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു 3 കിലോയും ടൂട്ടി ഫ്രൂട്ടി 3 കിലോ, ഡേറ്റ്സ് ഒരു 4 കിലോ, പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സ് സോക്ക് ചെയ്തതുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് ഗ്രേപ്സൊക്കെ ആഡ് ചെയ്ത് അത് 1 കിലോയും, പിന്നെ അതുപോലെ ബ്രോക്കൺ കാഷ്നട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് 1 കിലോയും. ടോട്ടലി ഇത്രയും ഫ്രൂട്ട്സാണ് കേട്ടോ ഞാൻ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ലിമിറ്റഡ് ടൈം ആയതുകൊണ്ട് തന്നെ കാരമൽ സിറപ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇത്രയും ബൾക്ക് ഓർഡർ ആയതുകൊണ്ട് ഒരുപാട് ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ റെഡിമെയ്ഡായിട്ടുള്ള കാരമൽ കളറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്, നമ്മൾ കാരമൽ സിറപ്പ് ഉണ്ടാക്കി അതിലിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ഒന്ന് വിളയിച്ചെടുത്തിട്ട് ആ ഒരു രീതിയിൽ ചെയ്യാമെന്ന് കേട്ടോ വിചാരിച്ചത്. എനിക്ക് ഒരു ഐഡിയ ഇല്ല എത്ര പഞ്ചസാര ചേർക്കണം, ഏത് രീതിയിൽ ചെയ്യണം എന്നൊന്നുമില്ല. എൻ്റെ ഒരു ഐഡിയയ്ക്ക് തോന്നിയ രീതിയിൽ കുറേ വീഡിയോസ് കണ്ടു നോക്കി. അതിൽ നിന്നൊക്കെ എനിക്ക് തോന്നിയ ഒരു രീതിയിലാട്ടോ, എൻ്റേതായ ഒരു രീതിയിലാണ് ഞാനിത് ചെയ്തത്. ഫസ്റ്റ് തന്നെ വലിയൊരു ഉരുളിയിൽ 1 കിലോ പഞ്ചസാര ചേർത്തു. അതൊന്ന് മെൽട്ടാകാനായിട്ട് വെച്ചു. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മെൽട്ടായി കിട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ലിറ്റർ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ വെള്ളം ആഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എവിടെയോ കട്ടായിപ്പോയി, എനിക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ ഷുഗർ നല്ലോണം മെൽട്ടായി കിട്ടണം കേട്ടോ. പിന്നെ ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പഞ്ചസാര കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം പ്ലം കേക്കിന് അതേ ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഞാനത് റെഡിയാക്കിയതിന് ശേഷം മിക്സഡ് ഫ്രൂട്ട് ജാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇതൊക്കെ ഞാൻ ഏതൊക്കെയോ വീഡിയോ കണ്ട നേരത്ത് എനിക്ക് കിട്ടിയ കുറച്ച് ഐഡിയാസാണ് കേട്ടോ. അപ്പം നമ്മൾ പല കാര്യങ്ങളും അങ്ങനെയാണല്ലോ, പലതും നമ്മൾ പരീക്ഷിച്ചിട്ടായിരിക്കും ഫൈനൽ നമുക്കൊരു നമ്മുടേതായ രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത്. അപ്പം ഞാൻ അങ്ങനെ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് 100 ഗ്രാമിൻ്റെ ബോട്ടിലിൽ നിന്ന് ഒരു പകുതി പോർഷൻ മാത്രമേ, ഏകദേശം ഒരു 50 ഗ്രാം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിൽ നമുക്ക് ഓരോ ഫ്രൂട്ട്സായിട്ടിട്ട് നല്ലോണം കുക്ക് ചെയ്ത് ഒന്ന് വിളയിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഇത് 1 വർഷത്തിന് മുന്നേ ചെയ്ത വീഡിയോ ആണെന്ന്. അപ്പോൾ എനിക്ക് മെഷർമെൻറ്റ്സും കാര്യമൊന്നും എനിക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരമായപ്പോഴത്തേനും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ അന്ന് ഏതോ ഒരു ബുക്കിനകത്ത് എഴുതി വെച്ച ഓർമ്മയിൽ ആ ബുക്കൊക്കെ ഞാൻ തപ്പിയെടുത്തു. അങ്ങനെയായിട്ട് എനിക്ക് ഈ മെഷർമെൻറ്റ്സും കാര്യമൊക്കെ കിട്ടിയത്. നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ എന്നും ചെയ്യുന്ന റെസിപ്പി ആണെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ടാവും. നമുക്കങ്ങനെ മറന്നു പോകത്തില്ല, എപ്പോൾ ചോദിച്ചാലും നമുക്കത് ഓർമ്മയുണ്ടാകും. പക്ഷേങ്കിൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു റെസിപ്പി ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്നതും അതുപോലെ ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി ചെയ്യുന്നതും. അങ്ങനെ വന്നപ്പോഴത്തേനും എനിക്ക് റെസിപ്പി കാര്യങ്ങൾ അല്ലെങ്കിൽ ആ മെഷർമെൻറ്റ്സ് ഒക്കെ മറന്നുപോയി. അന്ന് എഴുതി വെച്ചത് വലിയൊരു കാര്യമായി, കാരണം അതുകൊണ്ടാണ് ഇതിപ്പോൾ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നത്. ഒന്നാമത് ഇതിപ്പോൾ സീസൺ ടൈമാണ്, ക്രിസ്മസ് ടൈം ആകുമ്പോൾ ഒരുപാട് പേർക്ക് പ്ലം കേക്കിൻ്റെ ഇതുപോലെ കട്ട് പീസ് കേക്കിൻ്റെ ഒക്കെ ഓർഡേഴ്സ് വരും. അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. എത്ര ഇതിലൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും എത്ര എക്സ്പീരിയൻസ്ഡ് എന്ന് പറഞ്ഞാലും പെട്ടെന്നൊരു ഓർഡർ വരുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. എത്ര കിലോ ഫ്രൂട്ട്സ് വേണം, എത്ര kg ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ഡൗട്ട്ഫുള്ളായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ചെറിയൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഭയങ്കര പെർഫെക്റ്റ് വീഡിയോ ഒന്നുമല്ല, കാരണം ഇത് ഞാൻ പെർഫെക്റ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന റെസിപ്പിയോ കാര്യങ്ങളോ ഒന്നല്ല. ഞാൻ ആ ഒരു ടൈമിന് ഞാൻ ചെയ്തെടുത്ത ഒരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഇതിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മാർഗരിനാണ്, ഓയിലോ ബട്ടറിലോ എന്നല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവൻറ്റിന് കൊടുക്കുമ്പോൾ എപ്പോഴും അവർ പറയും നമുക്ക് നല്ല രീതിയിൽ ബഡ്ജറ്റ് കുറച്ചിട്ട് വേണം കേക്ക് തരാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഒരുപാട് ഫ്രൂട്ട്സോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ നോർമലി എടുക്കുന്ന ചെറി, ടൂട്ടി ഫ്രൂട്ടിയും ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും ഇട്ട് ഒന്ന് നന്നായിട്ട് വിളയിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 1/2 ലിറ്റർ
വൈനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് മുന്തിരി വൈനാണ്. എല്ലാ വർഷവും ക്രിസ്മസ് ടൈമിന് വീട്ടിലെ ആവശ്യത്തിനായിട്ട് കുറച്ച് വൈൻ ഉണ്ടാക്കും. അപ്പോൾ ആ ടൈമിൽ എൻ്റെ കയ്യിൽ വൈൻ ഇരുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു അതും കൂടെ ഒന്ന് കുറച്ചൊന്ന് റിച്ച് ആയിക്കോട്ടെ, നമുക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന വൈനും കൂടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൂട്ട് ജ്യൂസൊക്കെ ചേർത്തിട്ട് ഇതുപോലെ വിളയിച്ചിട്ട് എടുക്കാം കേട്ടോ. നിങ്ങൾ കൊടുക്കുന്ന ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഐറ്റംസ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനത് എൻ്റെ കയ്യിൽ വൈൻ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഈ വർഷം പിന്നെ ഇത്രയും ഫ്രൂട്ട്സ് എനിക്ക് വേണ്ടി വന്നില്ല. ഞാൻ കുറച്ച് അധികമായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു വിളയിച്ചെടുത്തത്. ബാക്കി ഈ വർഷം എൻ്റെ കയ്യിൽ കുറച്ച് ഇരിപ്പുണ്ട്. ഈ വർഷത്തെ പ്ലം കേക്ക് ഇത് വെച്ചിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാനത് ചെയ്തതിന് ശേഷം ബാക്കി വന്ന ഫ്രൂട്ട്സ് എല്ലാം ഞാൻ കുറച്ച് റമ്മ് മേടിച്ച് അതും ഒഴിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു വർഷമായിട്ട് ഇപ്പോഴും ആ ഫ്രൂട്ട്സ് ഒന്നും കേടാകാണ്ട് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇടയ്ക്ക് ഓർഡേഴ്സ് വരുമ്പോൾ ഞാൻ അതിൽ നിന്നാണ് കേട്ടോ പ്ലം കേക്ക് ചെയ്ത് കൊടുക്കാറുള്ളത്. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം വിളയിച്ചതിന് ശേഷം അതൊന്ന് തണുത്തതിന് ശേഷം അതിലോട്ട് നട്ട്സും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പണിയെല്ലാം എളുപ്പമാക്കാനായിട്ട് ഞാൻ പഞ്ചസാരയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം തന്നെ പൊടിച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ബട്ടർ പേപ്പർ, നമുക്ക് എത്ര കേക്കാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് ബട്ടർ പേപ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ബാറ്റർ പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു 400 ഗ്രാം മാർഗരിൻ ഇട്ട് കൊടുക്കുകയാണ്. മാർഗരിൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 4 ടീസ്പൂൺ വാനില എസൻസും ഒരു 2 ടീസ്പൂൺ പ്ലം എസൻസ്. നോർമലി ഞാൻ പ്ലം എസൻസ് ചേർക്കാറില്ല. പിന്നെ ഇത് ഫ്രൂട്ട്സ് കുറച്ചാണ് നമ്മൾ ഇടുന്നത് നോർമലി ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ അവർക്ക് കുറച്ച് ഫ്ലേവർഫുള്ളായിട്ട് കേക്ക് വേണമെന്ന് പറഞ്ഞത് കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പ്ലം എസൻസ് ചേർക്കുന്നത്. അതിന് ഭയങ്കര ഒരു സ്ട്രോങ് ഒരു സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 2 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതൊരു ടോട്ടൽ 3 kg വെയിറ്റ് വരുന്ന ഒരു മെഷർമെൻറ്റിലെ ബാറ്ററാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇതിലെ മെഷർമെൻറ്റ്സ് എല്ലാം ഞാൻ തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇടുന്നതിനേക്കാളും കൂടുതലായിട്ട് ഇടാം. ഇതിലിപ്പോൾ ഞാൻ എടുക്കുന്നത് 4 കപ്പ് ഫ്രൂട്ട്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 4.5 കപ്പോ 5 കപ്പോ ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്തെടുക്കാം. പിന്നെ 4.5 കപ്പ് ഫ്ലോറാണ് നോർമലി ഈ ഒരു 3 കിലോ കേക്കിന് വേണ്ടത്. പക്ഷേ ഞാനിവിടെ 5 കപ്പ് ഫ്ലോർ ചേർക്കുന്നുണ്ട്. കാരണം ഫ്രൂട്ട്സിൻ്റെ അളവ് കുറച്ചത് കാരണം ഞാൻ ഫ്ലോർ കുറച്ച് അധികം കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പം ഇത്രയും ഐറ്റംസ് ആദ്യത്തെ മാർഗരിനും പൗഡേർഡ് ഷുഗറും വാനില എസൻസും പ്ലം എസൻസും കൂടെ ചേർത്തിട്ട് സ്ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതൊന്ന് മിക്സായെന്ന് കണ്ടപ്പോഴത്തേനും ഞാൻ സ്പീഡൊന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് എഗ്ഗാണ്. അപ്പോൾ എഗ്ഗ് 1/1 ആയിട്ട് ചേർക്കണം. ടോട്ടൽ 14 എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം വലിപ്പ ചെറുപ്പമൊക്കെ ഉള്ളത് കൊണ്ട് എഗ്ഗിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഞാൻ 14 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്നോട് ഇതിൻ്റെ ഡീറ്റെയിൽ മെഷർമെൻറ്റ് ചോദിച്ചാൽ എനിക്ക് ആകെ കൺഫ്യൂഷനായിരിക്കും. ആ ടൈമിലായിരുന്നെങ്കിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ ഇത് എഴുതി വെച്ചിരുന്നത് കൊണ്ടാണ് ഇപ്പം ഞാൻ ഇത്രയും മെഷർമെൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ 14 എഗ്ഗ് ഓരോന്നായിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ കണ്ടല്ലോ ഞാൻ കാരമൽ കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതൊരു 40 ഗ്രാമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് 1 കിലോയ്ക്ക് 1 ടീസ്പൂൺ വെച്ചോ 1.5 ടീസ്പൂൺ വെച്ചോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ അങ്ങനെ മെഷർമെൻറ്റ് വേണമെന്നില്ല. ഫൈനലായിട്ട് കളർ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കാം. നമുക്ക് എത്രത്തോളം ഡാർക്ക് കളർ വേണോ അതിനനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ 40 ഗ്രാമാണ് കാരമൽ കളർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓർഡർ വന്നിട്ട് 1500 പീസ് കേക്കാണ്. അപ്പം ഞാൻ 12 ഇഞ്ച് ടിന്നിലാണ് കേട്ടോ ഓരോ കേക്കും ചെയ്തെടുക്കുന്നത്. അതായത് 1.5 കിലോയുടെ ബാറ്റർ ഒഴിച്ചിട്ട് ഓരോ കേക്കും ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് 30 kg കേക്ക് ചെയ്യേണ്ടി വന്നു. അതായത് ഓരോ 12 ഇഞ്ച് ടിന്നിൽ ചെയ്തിട്ടുള്ള ഓരോ കേക്കിനെയും ഞാൻ 75 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വരുമ്പം എനിക്ക് ഒരു 30 kg കേക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് അത് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സായതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഫ്ലോറാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഞാൻ ഓരോ 2 കപ്പ് വെച്ചിട്ട് ഫ്ലോർ ആഡ് ചെയ്തിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്.
ഈ ഫ്ലോറിലേക്ക് ഞാൻ 2 ടീസ്പൂൺ പട്ട പൊടിച്ചതും 1 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതും അതുപോലെ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു 2 കപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം വീണ്ടും ഒരു 2 കപ്പ് ഞാൻ ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് മിക്സായി വരുമ്പോഴത്തേന് സ്പീഡൊന്ന് കൂട്ടി കൊടുക്കുക കേട്ടോ. അതിനുശേഷം 2 കപ്പും കൂടിയിട്ട് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ ഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ കൂടെ തന്നെ ഫ്ലോറിൻ്റെ കൂടെ ഞാൻ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേക്കിംഗ് പൗഡർ വന്നിട്ട് 5 ടീസ്പൂണും ബേക്കിംഗ് സോഡ 1 ടീസ്പൂണുമാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നോർമലി പ്ലം കേക്കിൽ ബേക്കിംഗ് സോഡയുടെ ആവശ്യം ഉണ്ടെന്നില്ല, പക്ഷേങ്കിൽ ഇനി അത് കാരണം കേക്ക് ഒന്ന് റൈസായി കിട്ടാതിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനിൽ ഞാൻ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തതാണ്. അങ്ങനെ ഒരു 4 കപ്പ് ഫ്ലോർ ആഡ് ചെയ്തു. അത് നന്നായിട്ട് മിക്സായി കിട്ടി. അതിനുശേഷം ഫൈനൽ 1 കപ്പും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് ബാറ്റർ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് ഇല്ലേ വിളയിച്ച് വെച്ചിട്ടുള്ളത്, അതൊരു 4 കപ്പ് ഫ്രൂട്ട്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 5 കപ്പും ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ 4 കപ്പ് ആഡ് ചെയ്യുന്നത്. ഇത് മാക്സിമം 5 കപ്പ് വരെയൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിൽ കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനനുസരിച്ച് നിങ്ങൾ കേക്കിൻ്റെ റേറ്റിൽ വ്യത്യാസം വരുത്തണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് 4 കപ്പ് എന്ന് പറയുമ്പം ഏകദേശം ഒരു 600-650 ഗ്രാം, ഒരു മാക്സിമം പോയൊരു 700 ഗ്രാമൊക്കെ ഉണ്ടാവും ഈ ഒരു ഫ്രൂട്ട്സ്. അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം 2 സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കേക്ക് പെർ kg 450ക്കാണ് കേട്ടോ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് ബാറ്റർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ 2 ഓവനുള്ളതുകൊണ്ട് അറ്റ് എ ടൈം എനിക്ക് 2 കേക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ 3 kg എനിക്ക് ചെയ്യാൻ പറ്റും. ഒന്നിൽ 1.5 kg ഒന്നിൽ 1.5 kg, അങ്ങനെ 3 kg അറ്റ് എ ടൈമിൽ ചെയ്തു. ആ ഒരു രീതിയിൽ 30 കിലോ കേക്ക് എനിക്ക് ചെയ്യണമായിരുന്നു. അപ്പം ഓരോ തവണയും കേക്ക് ഓവനിലിരുന്ന് ബേക്കായി ഓൾമോസ്റ്റ് ആകാറാകുമ്പോൾ ഞാൻ അടുത്ത ബാറ്റർ ചെയ്യും. അത് ഒഴിച്ച് വെച്ചതിന് ശേഷം അടുത്ത ബാറ്റർ, അങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കേക്ക് തണുക്കുന്നതിനനുസരിച്ചിട്ട് ഞാൻ ബേക്ക് ചെയ്ത് വരുന്ന കേക്ക് തണുക്കുന്നതിനനുസരിച്ചിട്ട് അതിനെ ഇതുപോലെ 75 പീസായിട്ട് കട്ട് ചെയ്ത് നല്ലതായിട്ട് തണുത്തതിന് ശേഷം കണ്ടെയ്നറിലോട്ട് ഫില്ല് ചെയ്ത് അങ്ങനെയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് പണികൾ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല കഷ്ടപ്പെട്ടിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. കാരണം അത്രമാത്രം കഷ്ടപ്പാടുണ്ടായിരുന്നു ഇതൊന്ന് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ഇത്രയും ബൾക്കായിട്ട് ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. ഫസ്റ്റ് ടൈം ചെയ്യുന്നു, ഇതിലെന്തെങ്കിലും മെഷർമെൻറ്റ് മാറിപ്പോകും, എല്ലാം ഞാനിങ്ങനെ നോക്കി ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ബാറ്ററൊക്കെ ടിന്നിൽ ഒഴിച്ചു കൊടുത്ത്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ 12 ഇഞ്ച് ടിന്നാട്ടോ യൂസ് ചെയ്തത്. അതിലോട്ട് ഒരു 1.5 കിലോയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1500 ഗ്രാം വരുന്ന രീതിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് തിക്ക് ബാറ്റർ ആയത് കാരണം നമുക്ക് കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെ സ്പാച്ചിൽ വെച്ച് ഈവനായിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഈവനായിട്ട് ബേക്കായി കിട്ടുകയുള്ളൂ നമുക്ക് ഫൈനലായിട്ട്. ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലോട്ട് ഇത് വെച്ചിട്ട് എനിക്കൊരു 40 മിനിറ്റ്സ് മതിയാവും കേക്ക് ബേക്ക് ചെയ്യാനായിട്ട്. മാക്സിമം പോയ ഒരു 45 മിനിറ്റ്സ് അതിനുള്ളിൽ എനിക്ക് ബേക്കായി കിട്ടിയായിരുന്നു ഓരോ കേക്കും. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ബാക്ക് ടു ബാക്കായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ഓവന് ഒരു 2-3 ബാച്ച് ചെയ്ത് കഴിയുമ്പം ഓവന് കുറച്ച് ഞാൻ ടൈം റെസ്റ്റ് കൊടുക്കാറുണ്ട്. കാരണം നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുമ്പം ഓവൻ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ഒരു 3-4 ട്രിപ്പൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് കുറച്ച് നേരം ഓവൻ ഓഫ് ചെയ്തിടും. അങ്ങനെ കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ പ്ലം കേക്ക് ബേക്കായി കിട്ടിയതെല്ലാം ഇതുപോലെ കട്ട് പീസാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു സൈസിനുള്ള പീസാണ് കേട്ടോ. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ പീസ് വേണ്ട, വൈൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ട് അത്യാവശ്യം ഒരുപാട് വലിപ്പമുള്ള പീസും ആകരുത്, എന്നാൽ ഒത്തിരി ചെറുതും ആകരുത്, ആ ഒരു രീതിയിൽ ചെറിയ പീസ് മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ ടിന്നിലെ കേക്കിനെയും 75 പീസായിട്ട് കട്ട് ചെയ്തത്. 1 സൈഡ് 5 ആയിട്ടും 1 സൈഡ് 15 പീസുമായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേനും എൻ്റെ ബേക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി. കേക്കൊക്കെ ഞാനിത് ഇതുപോലെ ബോക്സിലാക്കിയിട്ടുണ്ട്. ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്ത് തീരില്ല. അപ്പോൾ ഫുള്ള് രാത്രി നിന്നിട്ടാണ് കേട്ടോ എല്ലാ ബേക്കിങ്ങും ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും അവർക്ക് കൊടുത്താൽ മതിയായിരുന്നു. ഞാനങ്ങനെ രാവിലെ ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഫുൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു, എല്ലാം സെറ്റാക്കി കസ്റ്റമറിന് കൊടുത്തു.
അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.